മകൾസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു 10 ടോപ്പിക്സ് അങ്ങ് പഠിച്ചെടുക്കാം. കാരണം ഇനി നമ്മുടെ മുന്നിൽ അധികം സമയമില്ല, നാളെ തന്നെയാണ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിച്ചെത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ, ഇനി പഠിച്ച് കഴിഞ്ഞൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു 10 ടോപ്പിക്സ് നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് പോവേണ്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതങ്ങ് ചെയ്ത് നോക്കിക്കോ. ഷുവറായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കോൺസെപ്റ്റുകൾ ഇതിലൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. 10 ടോപ്പിക്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കണ്ടാൽ അറിയാം. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എംപിരിക്കൽ ഫോർമുല കാണാനാണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്താ എന്ന് എൻ്റെ മക്കൾക്ക് അറിയാം. ഒരു മോളിക്യൂളിൻ്റെ ഫോർമുലയെ നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് C6H12O6, അത് മോളിക്കുലാർ ഫോർമുലയാണ്. അതിനെ ഏറ്റവും ഷോർട്ടാക്കി എഴുതുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. അഥവാ C6H12O6നെ ഏറ്റവും ഷോർട്ടായിട്ട് എഴുതുമ്പോൾ നമ്മൾ CH2O, എല്ലാ നമ്പേഴ്സിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് എഴുതാൻ പറ്റും. അതാണ് എംപിരിക്കൽ ഫോർമുല. അപ്പം ഒരു മോളിക്യൂളിൻ്റെ ഫോർമുല മോളിക്കുലാർ ഫോർമുല, അതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമാണ് എംപിരിക്കൽ ഫോർമുല. ആ എംപിരിക്കൽ ഫോർമുല എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ആരുടെ? ഒരു ഓക്സൈഡ് ഓഫ് അയൺ, അയണും ഓക്സിജനും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ. അതിൽ നമുക്കുള്ള ഹെൽപ്പ് എന്താ തന്നിരിക്കുന്നത്, നമുക്കുള്ള ക്ലൂ എന്താ തന്നിരിക്കുന്നത്? അയണിൻ്റെ പെർസെൻറ്റേജ് 69.9%, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 30.1%. ഈ പേഴ്സൻറ്റേജ് വെച്ചിട്ട് എന്നിട്ട് അയണിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് തരാത്തത് ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അറിയണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ഗ്രാം. അപ്പോൾ ഇത്രയും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എംപിരിക്കൽ ഫോർമുല എഴുതാൻ അറിയണം. എങ്ങനെ നോക്കിക്കോ. നമുക്ക് ഇവിടെ തന്ന പേഴ്സൻറ്റേജ് ഇല്ലേ, അത് ഗ്രാം ആയിട്ടാണ് മനസ്സിലാക്കുക. അഥവാ 69.9% എന്നുള്ളത് 69.9 ഗ്രാം, 30.1% എന്നുള്ളത് 30.1 ഗ്രാം. എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ഈ പേഴ്സൻറ്റേജിനെ, അഥവാ നമ്മൾ ഗ്രാം ആയിട്ട് മനസ്സിലാക്കിയ ഈ നമ്പറിനെ അവരുടെ അറ്റോമിക് മാസുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. ഇതാ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാ നമുക്ക് തന്ന വെയിറ്റ് ഇങ്ങനെ ടേബിളാക്കി എഴുതണം, അങ്ങനെ ഒരു നിർബന്ധമില്ല. നിങ്ങൾ ലോജിക്ക് കിട്ടിയാൽ മതി. FEയുടെ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ടേബിളാക്കി എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. FEയുടെ പെർസെൻറ്റേജ് 69.9%, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 30.1%. ഞാൻ പറഞ്ഞു നമ്മളതിനെ ഗ്രാം ആയിട്ട് മനസ്സിലാക്കുന്നു. ദെൻ FEയുടെ അറ്റോമിക് മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 16 ഗ്രാം. ദെൻ ഈ 69.9 ഡിവൈഡഡ് ബൈ 55.85, അതുപോലെ 30.1 ഡിവൈഡ് ബൈ 16 ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. എത്രയാണ് കിട്ടിയത്? 1.25ഉം 1.88ഉം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ദെൻ മക്കൾസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ നമ്പർ ഓഫ് മോൾസിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 1.25. ആ 1.25 കൊണ്ട് രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യുക. വിച്ച് മീൻസ് 1.25 ഡിവൈഡഡ് ബൈ 1.25, അതുപോലെ 1.88 ഡിവൈഡ് ബൈ 1.25. കൂട്ടത്തിലെ ചെറിയ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൊത്തം നമ്പർ ഓഫ് മോൾസിനെയും ഡിവൈഡ് ചെയ്യുക. വിച്ച് മീൻസ് 1.25 ഡിവൈഡ് ബൈ 1.25 ചെയ്തപ്പോൾ നിങ്ങൾക്ക് 1 എന്ന് കിട്ടി. FEയുടെ റേഷ്യോ. ഓക്സിജൻ്റെ റേഷ്യോ 1.88 ഡിവൈഡ് ബൈ 1.25 ചെയ്തപ്പോൾ 1.5ഉം കിട്ടി. സോ FEയുടെ റേഷ്യോ 1ഉം കിട്ടി, ഓക്സിജൻ്റെ റേഷ്യോ 1.5ഉം കിട്ടി. ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, റേഷ്യോ നമ്മൾ പോയിൻ്റുള്ള നമ്പറിൽ പറയാറില്ല. അതുകൊണ്ട് ഇതിനെ ഹോൾ നമ്പർ ആക്കണം. ഹോൾ നമ്പർ ആക്കാൻ ഒരൊറ്റ ഐഡിയ ഉള്ളൂ. 1.5നെ ഹോൾ നമ്പർ ആക്കാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. കാരണം 1.5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് 3 ആകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, അപ്പോൾ 2 ആകും. എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റുള്ള നമ്പറിനെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു എക്സ്ട്രാ പോയിന്റ് കൂടി ചെയ്തു. 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 1.5നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. രണ്ടുപേരെയും 2 കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്തു, ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ FEയുടെ റേഷ്യോ 2 എന്ന് കിട്ടി, ഓക്സിജൻ്റെ റേഷ്യോ 3 എന്ന് കിട്ടി. വെരി സിമ്പിൾ. FEയുടെ റേഷ്യോ 1, അതിൻ്റെ ഇരട്ടി 2. ഓക്സിജൻ്റെ റേഷ്യോ 1.5, അതിൻ്റെ ഇരട്ടി 3. അഥവാ നമുക്ക് കിട്ടുന്ന എംപിരിക്കൽ ഫോർമുല Fe2O3. ദിസ് ഈസ് ദ ആൻസർ. ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുത്തത് ഇതേ ക്വസ്റ്റ്യൻ വരണം എന്നുള്ളത് കൊണ്ടല്ല. ഈ കോൺസെപ്റ്റ് വെച്ചുള്ള എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, പേഴ്സൻറ്റേജ് എന്നിട്ട് എംപിരിക്കൽ ഫോർമുല കാണാൻ, മോളിക്കുലാർ ഫോർമുല കാണാൻ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചേക്കാം നാളത്തെ എക്സാമിൽ. അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോകണം. ഓക്കെ, സെറ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി മക്കളെ? The electrons in an atom are designated by a set of quantum numbers labeled as NLMNS. എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടം നമ്പേഴ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ആ ക്വാണ്ടം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ സോഡിയം ആറ്റം ഇല്ലേടാ, ആ സോഡിയം ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ N വാല്യൂ, L വാല്യൂ, M വാല്യൂ ആൻഡ് S വാല്യൂ എഴുതണം.
അത് എഴുതണമെങ്കിൽ എന്തറിയണം? സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ അറിയണം. സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ 11 എഴുതുമ്പോൾ 1s2 2s2 2p6 എന്ന് എഴുതി വരുമ്പോൾ അവസാനം നമുക്ക് 3s1 എന്ന് കിട്ടും. അത് മതി നമുക്ക് കിട്ടാൻ. ആ 3s1 എന്ന് കിട്ടിയാൽ അതിൽ ആ 3 എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ ആണ്. ഇനി എസ് എന്ന് പറയുന്നത് എല്ലിൻ്റെ വാല്യൂ ആണ്. എൽ വാല്യൂ എത്രയാകുമ്പോഴാണ് എസ് കിട്ടുക? സാറ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എൻ എൽ നോക്കിയാൽ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് പിന്നെ എൽ വാല്യൂ ആണ്, അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അതിൽ SPDF വാല്യൂ നമ്പേഴ്സ് അത് സബ്ഷെല്ലുകൾ കിട്ടും. അതിൻ്റെ നമ്പേഴ്സ് വരുന്നത് 0 1 2 3 0 1 2 3 SPDF 0 1 2 3 എല്ലിൻ്റെ വാല്യൂ എൽ വാല്യൂ 0 1 2 3 എന്ന് വന്നാൽ അതിൻ്റെ സബ്ഷെല്ലുകൾ SPDF ആയിരിക്കും. അപ്പോൾ എസ് എന്ന് പറയുന്നത് എല്ലിൻ്റെ വാല്യൂ 0. അപ്പം 3 എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ, എൽ വാല്യൂ 0 ആയതുകൊണ്ടാണ് അത് എസ് ആയത്. ദെൻ എൽ വാല്യൂ 0 ആണെങ്കിൽ ഉറപ്പിച്ചോ എം വാല്യൂ എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ എം വാല്യൂ കിട്ടി, എൻ വാല്യൂ 3 കിട്ടി. ഇനി എസ് വാല്യൂ ഒന്നുകിൽ +1/2 അല്ലെങ്കിൽ -1/2, അതേതായാലും കുഴപ്പമില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നു. ഇതാ പിടിച്ചോ, ഇതാ നമ്മൾ കോൺഫിഗറേഷൻ എഴുതി. അവസാനത്തെ ഇലക്ട്രോൺ 3s1-ലാണെന്ന് മനസ്സിലായി. 3s1-ലായതുകൊണ്ട് മക്കളെ എന്നിൻ്റെ വാല്യൂ 3, 4s1-ലായിരുന്നെങ്കിൽ എന്നിൻ്റെ വാല്യൂ 4, എസ് ആയതുകൊണ്ട് എൽ വാല്യൂ 0, എം വാല്യൂ 0, എസ് വാല്യൂ +1/2 അല്ലെങ്കിൽ -1/2, രണ്ടായാലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. റെഡി. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ക്വാണ്ടം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. താഴെ തന്ന ചില ക്വാണ്ടം നമ്പേഴ്സ് തെറ്റാണ്. ശരിയായത് ഏതൊക്കെയാണ്, തെറ്റായത് ഏതൊക്കെയാണെന്നും പറയാം. നിങ്ങൾക്ക് തെറ്റായ ക്വാണ്ടം നമ്പേഴ്സും കൂടെ തന്നിട്ട് നിങ്ങളുടെ ബുദ്ധി അളക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. അതിൽ ആദ്യത്തെ ക്വാണ്ടം നമ്പർ എന്ന് നോക്കിയേ, n = 3 l = 3. തെറ്റ്, യു ആർ റോങ്. എന്താ കാരണം? എന്നിൻ്റെ വാല്യൂയും എൽ വാല്യൂ ഒരിക്കലും ഈക്വൽ ആയിട്ട് വരില്ല. ഈ പോയിന്റ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഓർത്ത് വെച്ചോ. എൻ വാല്യൂം എൽ വാല്യൂം ഒരിക്കലും ഒരേ നമ്പേഴ്സ് വരില്ല. എൻ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് കുറവ് നമ്പറേ എൽ വാല്യൂസ് വരൂ. എൻ വാല്യൂം എൽ വാല്യൂം ഒരിക്കലും ഒരേ നമ്പേഴ്സ് വരില്ല, അതുകൊണ്ട് അത് തെറ്റ്. ദെൻ സെക്കൻഡ്, എൻ വാല്യൂ 2, അപ്പോൾ എൽ വാല്യൂ 1 വരാം. എൽ വാല്യൂ 1 വന്നാൽ എം വാല്യൂ 0 വരാം, നോ പ്രോബ്ലം. എസിൻ്റെ വാല്യൂ +1/2 -1/2, അപ്പോൾ അത് ഓക്കെയാണ്. സെക്കൻഡ് ക്വാണ്ടം നമ്പറിൻ്റെ സെറ്റ് ഓക്കെയാണ്. തേർഡ് ക്വാണ്ടം നമ്പറിൻ്റെ സെറ്റ് എൻ വാല്യൂ 1 വരാം, അപ്പോൾ എൽ വാല്യൂ 0 വരും. എൽ വാല്യൂ 0 ആണെങ്കിൽ എന്തായാലും എം വാല്യൂ 0, എസ് വാല്യൂ +1/2, അതും ഓക്കെയാണ്. ദെൻ ലാസ്റ്റ് സെറ്റ് എൻ വാല്യൂ 0, തെറ്റ്. എൻ വാല്യൂ ഒരിക്കലും 0 വരില്ല. എൻ വാല്യൂ ഫസ്റ്റ് 1 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ വാല്യൂ 1 2 3 4, എൻ വാല്യൂ 0 വരില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എൻ വാല്യൂ എത്രയാണോ അതേ വാല്യൂ എൽ വാല്യൂം വരില്ല. അതുകൊണ്ട് 1ഉം 4ഉമാണ് തെറ്റ്. 1ഉം 4ഉം തെറ്റ്. റെഡി മക്കൾസ്. അപ്പോൾ സെക്കൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വാണ്ടം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിലെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ചെറിയൊരു എത്തിനോട്ടം. V2 elements belong to the same group. രണ്ട് എലമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ രണ്ട് എലമെൻറ്റ് സെയിം ഗ്രൂപ്പിലാണ്. വൺ ഓഫ് us ഹാസ് ദി ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. കിട്ടി. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആൾ ആരാ? അത് ഒരു കൺഫ്യൂഷനും ഇല്ല, ഫ്ലൂറിന. എന്നാൽ രണ്ടാമത്തെ രണ്ട് എലമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്ന് ഫ്ലൂറിനാണ്, കാരണം അയാൾക്ക് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. രണ്ടാമത്തെ ആളുടെ പ്രത്യേകത ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഫ്ലൂറിനല്ല, ക്ലോറിനാണ്. ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഫ്ലൂറിനാണ്, ബട്ട് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ക്ലോറിനാണ്. സോ രണ്ടാമത് പറഞ്ഞത് ക്ലോറിനെ കുറിച്ചും ആദ്യം പറഞ്ഞത് ഫ്ലൂറിനെ കുറിച്ചും. അവർ രണ്ടുപേരും 17th ഗ്രൂപ്പിലുള്ള എലമെൻസ് ആണ്. 17th ഗ്രൂപ്പിലുള്ള എലമെൻസ് ആണ്. ഐഡന്റിഫൈ അസ്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ സർ. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്താണെന്ന് നമുക്കറിയാം. ഔട്ടർ മോസ്റ്റ്, ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന എന്താൽപ്പി ചേഞ്ച്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഒരു ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന എന്താൽപ്പി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വാല്യൂസ് ഓഫ് നോബിൾ ഗ്യാസസ് ആർ 0. വൈ? നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് അയോണൈസേഷൻ എന്താൽപ്പി ഹൈ ആണല്ലോ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി 0 ആണല്ലോ. എന്താ ഇപ്പോൾ പ്രശ്നം? എന്താണ് മക്കളെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ആകെ ഒരൊറ്റ ആൻസർ. നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ വന്നത് എങ്കിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോബിൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും മിക്കവാറും ആൻസർ. അപ്പം ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നോബിൾ ഗ്യാസിന് 0 ആവാനുള്ള കാരണം അതിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരെ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് തന്നെ. സോ മക്കളെ, നമ്മുടെ ആൻസറുകൾ ഇവിടെയുണ്ട് കേട്ടോ. റെഡി? ഞാൻ പറഞ്ഞ ആൻസറുകളൊക്കെ അവിടെ ഉണ്ട്. റെഡി, സെറ്റ്. ദെൻ
നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഞാൻ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ടോപ്പിക്കാണ് മക്കളെ എടുത്തത്. മറന്നു പോവാതെ പഠിച്ചെടുത്ത് സെറ്റാക്കിക്കോളുക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ. ഇവിടെ ആൻസർ നിങ്ങൾക്ക് തന്നപ്പം HFൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്തത്. സിമ്പിളായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിളാണ് HF. കാരണം നിങ്ങൾ HF എന്ന് എഴുതുക, എന്നിട്ട് തൊട്ടപ്പുറത്ത് വേറെ HF കൊടുക്കുക, തൊട്ടപ്പുറത്ത് വീണ്ടും HF കൊടുക്കുക, തൊട്ടപ്പുറത്ത് വീണ്ടും HF കൊടുക്കുക, അങ്ങനെ കുറേ HF കൊടുത്തിട്ട് ആ HFകൾക്കിടയിൽ നിങ്ങൾ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ബോണ്ട് കൊടുക്കുക. ഈ ഡോട്ടഡ് ആയിട്ട് ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ നിങ്ങൾ ഇല്ലസ്ട്രേറ്റ് ചെയ്തു. എന്നിട്ട് ഇതെന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയണം. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവും. ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം എന്ന് പറഞ്ഞാൽ ഫോൺ കോളാണ്. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ. അതിൽ ക്ലോറിൻ ഇല്ല, ബാക്കി ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. അപ്പം ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൽപ്പെട്ട ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജനും തമ്മിലുള്ള ബോണ്ടിങ്. അത് സെയിം മോളിക്യൂളുകൾ തമ്മിലാവാം, ഡിഫറൻറ്റ് മോളിക്യൂളുകൾ തമ്മിലാവാം. ഇതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇറ്റ് ഈസ് ദ ബോണ്ട് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഓഫ് സെയിം ഓർ ഡിഫറൻറ്റ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇല്ലസ്ട്രേഷനും നിങ്ങൾ കഴിഞ്ഞു. ദെൻ കമ്പയർ ദി ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ ബേസ്ഡ് ഓൺ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിന് ഓർത്തോ നൈട്രോഫിനോളും പാരാ നൈട്രോഫിനോളും എന്താണെന്ന് മക്കൾ ചോദിക്കരുത്, നമുക്കറിയാം ആൻസർ. കാരണം ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗാനിക് ഒക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതറിയാം. ഓർത്തോ എന്ന് പറയുന്നത് തൊട്ടടുത്ത പൊസിഷൻ. അപ്പോൾ ഇത് ഫീനോൾ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ NO2 വരുന്നതാണ് എന്ത്? ഓർത്തോ നൈട്രോഫിനോൾ. പാരാ നൈട്രോഫിനോൾ എന്ന് പറയുമ്പോൾ OH ഉണ്ട്, ആ OHൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിൽ വരുന്നതാണ് NO2. റെഡി? ഓക്കെ മക്കളെ. സോ മക്കളെ നോക്കിക്കേ, ഇവിടെ ഓർത്തോ നൈട്രോഫിനോൾ ഉണ്ട്, പാരാ നൈട്രോഫിനോൾ ഉണ്ട്. നിങ്ങൾക്കറിയാം ഓർത്തോ നൈട്രോഫിനോൾ ഇവർ അടുത്തടുത്താണ്. അപ്പം ഇവർക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. NO2 ഓക്സിജനും OH H തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഒരേ മോളിക്യൂൾ തന്നെ ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാ. എന്നാൽ പാരാ നൈട്രോഫിനോളിൽ അങ്ങനെ ഒരു ബോണ്ടിങ്ങിന് ചാൻസ് കുറവാണ്. ഇത്രയും ദൂരം, ഇത്ര ഡിസ്റ്റൻസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ഇൻട്രാ ഉണ്ടാവില്ല, പകരം എന്താ ഉണ്ടാവുക അറിയോ? ഇന്റർ ഉണ്ടാവും. അതെങ്ങനെയാ സാർ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പാരാ നൈട്രോഫിനോൾ കൂടി വരക്കും, ഒരു പാരാ നൈട്രോഫിനോൾ കൂടി വരും. എന്നിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണിച്ചു തരാം. NO2 ഞാൻ തിരിച്ചെഴുതുകയാണേ, നിങ്ങൾക്ക് ആ ബോണ്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് NO2 ഇങ്ങനെ എഴുതുകയാണേ. ഓക്കെ, അങ്ങനെ പാരാ നൈട്രോഫിനോൾ ഇവിടെ ഉണ്ടേ. രണ്ട് പാരാ നൈട്രോഫിനോളുകൾ അടുത്തടുത്ത് വരുമ്പോൾ അവർക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വരും. അപ്പോൾ ഇത് ഇൻട്രാ അല്ല, ഇന്റർ ആണ്. അപ്പോൾ ഓർത്തോ നൈട്രോഫിനോൾ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. എന്നാൽ പാരാ നൈട്രോഫിനോൾ ഉണ്ടാക്കുന്നത് ഇന്റർ ആണ്. ഓക്കെ, റെഡി? അതുകൊണ്ട് തന്നെ പാരാ നൈട്രോഫിനോൾ ഉണ്ടാക്കുന്ന ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവർക്കിടയിലുള്ള ബോണ്ടിങ് ബ്രേക്ക് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇവർക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഇൻട്രക്ക് അത്ര ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവില്ല, കാരണം അത് ഒന്നിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബോണ്ടിങ് ആണ്. രണ്ട് പേർക്കിടയിലുള്ള ബോണ്ടിങ് ഉള്ളത് ഇന്റർ എന്ന് പറയുന്ന പാരാ നൈട്രോഫിനോളാണ്. അതുകൊണ്ട് അവർക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. റെഡി? ദെൻ അതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ, PCl5ൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് PCl5. നിങ്ങൾക്കറിയാം PCl5ൻ്റെ സ്ട്രക്ചർ 5 പേരാണ്. 5 പേരായതുകൊണ്ട് സ്ട്രക്ചർ ട്രയഗണൽ ബൈ പിരമിഡലാണ് ആണല്ലോ അല്ലേ? നിങ്ങൾക്കറിയാം ട്രയഗണൽ ബൈ പിരമിഡലാണ്. റെഡി മക്കൾസ്? നോക്കാം എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഹൈബ്രിഡൈസേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 5sp3d ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ sp3d, 5 sp3d 5 ആളുകളെ കമ്പൈൻ ചെയ്ത്, അപ്പോൾ 5 sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഇവിടെ ഉണ്ടാവുന്നത്. അഥവാ PCl5ന് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ആംഗിൾ 120 ഡിഗ്രിയാണ് ഇവിടെ, ഇത് 90 ഡിഗ്രിയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണിത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് നമ്മുടെ PCl5ന് എങ്ങനെയാണ് sp3d കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഫോസ്ഫറസ് 15 ആണ്. നിങ്ങൾക്ക് ഏതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p3. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3s2 3p3 ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് ഞാൻ 3s2 3p3 എഴുതി. മാത്രമല്ല ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് തേർഡ് ഷെല്ലിൽ എല്ലാവരും ഉണ്ടാവും, വിച്ച് മീൻസ് 3dയും കൂടി നിങ്ങൾക്ക് എഴുതാം. 3Dയിൽ ഇലക്ട്രോൺ ഇല്ല, പക്ഷേ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് 3D ഉണ്ടാവും. തേർഡ് ഷെല്ലിൽ എടുത്താൽ 3s 3p 3d വരെ എഴുതാം. ഇതിൽ 3sൽ ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോൺ, 3p3 3 ഓർബിറ്റൽ 3 ഇലക്ട്രോൺ, 3Dക്ക് 5 ഓർബിറ്റൽ, ഇലക്ട്രോൺസ് ഒന്നുമില്ല. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുക. അപ്പോൾ ഫോസ്ഫറസ് എഴുതി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതി, എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എസ്സിലുണ്ടായിരുന്ന
പെയർഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഡിയിലേക്ക് അൺപെയർ ആവുന്നു. വിച്ച് മീൻസ് എസ്സിലുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന പെയർഡ് ഇലക്ട്രോൺ ഇത് ഇങ്ങോട്ട് ഡിയിലേക്ക് ചാടും അൺപെയർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇലക്ട്രോൺ ഇവിടെ എത്തും. വിച്ച് മീൻസ് എസ്സും 3 പിയും ഒരു ഡിയും കൂടെ മിക്സ് ആവും. ഒരു എസ്സും 3 പിയും ഒരു ഡിയും കൂടെ മിക്സ് ആവും, അഥവാ sp3d ഹൈബ്രിഡൈസേഷൻ. ഇത് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് അതന്നെ പഠിച്ചോളൂ എന്ന് പറയാനല്ല, ഇതുപോലെ ഏത് കോമ്പൗണ്ടിനും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. SF6 ആണ് ചോദിക്കുന്നത്, ഇതേപോലെ സൾഫർ എഴുതുക, എന്നിട്ട് 6 ഫ്ലൂറിൻ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക, എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുക, ഹൈബ്രിഡൈസേഷൻ സിമ്പിളായിട്ട് കിട്ടും. സോ ഇത്ര ഹൈബ്രിഡൈസേഷൻ എഴുതാൻ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ മതി. സോ മക്കളെ ആംഗിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. റെഡി? ദെൻ തെർമോഡൈനാമിക്സിലെ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്താണെന്നുള്ള ചോദ്യമാണ്. ആദ്യം ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ട് ΔG0 കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടും നമുക്കറിയാം. നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്താണ് ഹെസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് സെയിം. ഒരു പ്രോസസ്സിൻ്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും വെദർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. ഒരു ടോട്ടൽ പ്രോസസ്സിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. അതിന് ഒറ്റ സ്റ്റെപ്പിൽ പോയാലും പല സ്റ്റെപ്പിൽ പോയാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും എന്ന് പറയുന്നതാണ് ഹെസസ് ലോ. ദെൻ ΔG0യുടെ KCയുടെ വാല്യൂ ഉപയോഗിച്ചിട്ട് ΔG0 കാണാനാണ്. നിങ്ങൾക്കറിയാം ΔG0 ഈക്വൽ ടു -2.303 RT log KC. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഞാൻ പറയുമ്പോൾ ഓർമ്മയില്ലായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തെടുത്ത് പഠിച്ചോണം. കാരണം ബയോളജിയും കൂടെ പഠിക്കാറുണ്ട്. എല്ലാവരും ഒന്നും ചിലപ്പോൾ പഠിച്ചെത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ പഠിച്ച പോയിന്റുകൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ΔG0ൻ്റെ വാല്യൂ -2.303 അങ്ങനെ തന്നെ എടുത്താൽ മതി. അതുണ്ട്. ആറിൻ്റെ വാല്യൂ 8.314. ഇതാ ആറിൻ്റെ വാല്യൂ 8.314. ടെമ്പറേച്ചർ 300 കെൽവിൻ, അത് ക്വസ്റ്റ്യനിലുണ്ട്. ടെമ്പറേച്ചർ 300 കെൽവിൻ, അത് ക്വസ്റ്റ്യനിലുണ്ട്. ലോഗ് KC, അപ്പം കാൽക്കുലേറ്റർ കൊടുത്തിട്ട് ലോഗ് എടുക്കുക. ലോഗ് KCയുടെ വാല്യൂ എത്രയാണ്? KC എത്രയാണ് തന്നത്? ഇതാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ ഈസ് 5. അപ്പോൾ ലോഗ് 5. സോ 2.30 മൈനസ് ഉണ്ട്, -2.303 × 8.314 × 300 × ലോഗ് 5 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ΔG0യുടെ യൂണിറ്റ് ജൂൾ പെർ മോളിലാണ് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ആറിൻ്റെ വാല്യൂ ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. അതുകൊണ്ട് ആറിൻ്റെ വാല്യൂ ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആയതുകൊണ്ട്, ജൂൾ ആയതുകൊണ്ട് ΔG0ൻ്റെ വാല്യൂ ജൂളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ യൂണിറ്റിൻ്റെ പോയിന്റുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോകണം. ഓക്കെ, ദെൻ ഇക്വിലിബ്രിയം ചാപ്റ്ററിലേക്ക് പോവാണ്. അവിടെ ആസിഡ് ബേസ് കോൺസെപ്റ്റുകൾ എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റ് പറയാണ്ട്, അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ എടുത്തിട്ടുള്ളത്. മിസ് ചെയ്യാതെ പഠിച്ചോളുക. എന്താണ് ആദ്യത്തത്? ഇല്ലസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന് ഒരു എക്സാമ്പിൾ മക്കൾ തരണം. 1. 2 ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്. ആസിഡും ബേസും എന്താണെന്ന് ലൂയിസ് കോൺസെപ്റ്റ് എങ്ങനെയാണ് പറയുന്നത്, അത് വെച്ചിട്ട് ഈ 4 ആളുകളെ ലൂയിസ് ആസിഡായിട്ടും ലൂയിസ് ബേസ് ആയിട്ടും ഒന്ന് ക്ലാസിഫൈ ചെയ്ത് തരണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യണം. ഇവിടെ എടുത്ത എക്സാമ്പിൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്ത എക്സാമ്പിൾ NH4+ ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം. NH4+ ആണ് ഇവിടെ എടുത്തതെങ്കിൽ നോക്കണേ, NH4+ എന്ന് പറയുന്ന ആൾ ഒരു ആസിഡാണെന്ന് വിചാരിക്കുക. ആസിഡാണ്. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയണമെങ്കിൽ ഈ ആസിഡ് ആയാൾ തൻ്റെ കയ്യിലുള്ള H+ കൊടുക്കണം. H+ കൊടുക്കുന്നത് വഴി NH4+ നിന്ന് ഒരു H പോയാൽ NH3. മാത്രമല്ല പ്ലസും പോയി, അപ്പോൾ H+ പോയാൽ ബാക്കി NH3 മാത്രം. ഇതായിരിക്കും ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ്. എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ പെയർ എപ്പോഴും ബേസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മറ്റൊരു എക്സാമ്പിൾ ഞാൻ തരാം. H2, ഇതിൽ പറയാത്തൊരു എക്സാമ്പിൾ. H2 ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ, H2 ആണ് ബേസ് ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ H2ൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതണം. ബേസ് എന്ന് പറയുമ്പോൾ ആസിഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ H+ കൊടുക്കുന്ന ആരോ മാർക്കാണ്, അങ്ങോട്ട് പോകുന്ന ആരോ മാർക്കാണ് കാണിച്ചത്. H2 എന്ന് പറയുമ്പോൾ H+നെ വാങ്ങും. H+നെ വാങ്ങുമ്പോൾ എന്താ ചെയ്യുക? H2യിലേക്ക് ഒരു H വന്നാൽ H3യോ പ്ലസും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ പ്ലസ് H3യോ പ്ലസ്, കാരണം H+ വരുന്നത്, H അല്ല വരുന്നത്, H+ വരുന്നത്. സോ കോൺജുഗേറ്റ് ആസിഡ് കണ്ട. ഇങ്ങനെ നിങ്ങൾക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ആസിഡ് ബേസ് പെയറിനെ 2 എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് മക്കളെ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്. എന്താണ് ലൂയിസ് ആസിഡ്, എന്താണ് ലൂയിസ് ബേസ്? ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നവർ ബേസുകളും ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നവർ ആസിഡുകളും. ലൂയിസ് ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യുന്നവർ ലൂയിസ് ആസിഡുകളും. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ. റെഡി? ദെൻ
ഇവിടെ കുറച്ച് എക്സാമ്പിളുകൾ ഉണ്ട്. ഇതിൽ ലൂയിസ് ആസിഡുകൾ ആരാ, ലൂയിസ് ബേസുകൾ ആരാ? മക്കളെ മൈനസ് ചാർജ് ഉള്ള OH, മൈനസ് ചാർജ് ഉള്ള ആൾ എന്തായാലും ലൂയിസ് ബേസ് ആയിരിക്കും. പ്ലസ് ചാർജ് ഉള്ള ആൾ ലൂയിസ് ആസിഡ് ആയിരിക്കും. ഇവിടെ പ്ലസ് ചാർജ് ആരും ഇല്ല. ദെൻ NH3, നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ NH3ക്ക് ഒരു ലോൺ പെയർ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ലോൺ പെയറിന്റെ അർത്ഥം ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ഇയാളും ബേസ്. ഇലക്ട്രോൺ പെയർ കൊടുക്കുന്നവർ ബേസ്. H2O രണ്ട് ലോൺ പെയർ ഉണ്ട്, അപ്പോൾ ഇയാൾക്കും ഇലക്ട്രോൺ പെയർ ബേസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ H2Oയും NH3യും OH മൈനസും ലൂയിസ് ബേസസ് ആണ് മക്കളെ. നമുക്ക് തെറ്റ് വരുന്നൊരു പ്രശ്നം ഇതുണ്ട്, എന്താ അറിയോ, 4 എണ്ണം തരുമ്പോൾ 2 എണ്ണം എന്തായാലും ലൂയിസ് ആസിഡ് ആയിരിക്കും, 2 എണ്ണം ലൂയിസ് ബേസ്, അതെന്തായാലും ഉറപ്പാന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റിക്കും. ഇല്ല, ഇവിടെ 3 എണ്ണം ലൂയിസ് ബേസ് ആണ്. നിങ്ങളൊക്കെ ബുദ്ധിയാണ് അവർക്ക്. AlCl3 എന്താണ്, ലൂയിസ് ആസിഡാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. AlCl3ൻ്റെ പ്രത്യേകത അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ടാണ്. AlCl3 എന്ന് പറയുന്നത് ഒരു ലൂയിസ് ആസിഡാണ്. റെഡി മക്കൾസ്? സോ ഇക്വിലിബ്രിയം കഴിഞ്ഞു. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ്റെ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ അധികം ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് അതാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. എ ഫാമർ പ്രിപ്പയർഡ് 1% സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. ഒരു ഫാമർ 1% കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടല്ലോ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തത്. ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ അദ്ദേഹം ഒരു അയണിൻ്റെ റോഡ് വെച്ചിട്ട് ഇളക്കി, നന്നായിട്ട് സ്റ്റിർ ചെയ്തു. ഇരുമ്പിൻ്റെ റോഡ് വെച്ചിട്ട് അദ്ദേഹം നന്നായിട്ട് ഇളക്കി. എന്നിട്ട് ആ ഇരുമ്പിൻ്റെ റോഡ് അവിടെ ഇട്ട് വെച്ചു. പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ ഇരുമ്പിൻ്റെ റോഡ് വെച്ചിട്ട് സ്റ്റിർ ചെയ്തിട്ട് ഇരുമ്പ് റോഡ് അവിടെ ഇട്ട് ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലിട്ട് പോയി. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ബ്ലൂ കളർ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കളർ ചേഞ്ച് ആയിരിക്കുന്നു, കളർ ഡിസപ്പിയർ ആയിരിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ ഇരുമ്പിൻ്റെ റോഡ് ബ്രൗൺ കളറായിട്ടുണ്ട്, റെഡിഷ് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെ റോഡ് ഉണ്ടായിരുന്ന, അയണിൻ്റെ റോഡ് ഉണ്ടായിരുന്ന ആൾ റെഡിഷ് ബ്രൗൺ മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇതും റിഡോക്സ് റിയാക്ഷനും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ റിഡോക്സ് ആണെന്ന് പഠിപ്പിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് എ റെഡിഷ് ബ്രൗൺ മെറ്റീരിയൽ ഡെപ്പോസിറ്റഡ് ഓൺ അയൺ റോഡ്? അയൺ റോഡിൽ വന്ന റെഡിഷ് ബ്രൗൺ മെറ്റീരിയൽ എന്താണ്? കളർ ചേഞ്ചിന് കാരണം എന്താണ്? ഇത് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ജസ്റ്റിഫൈ ചെയ്യുക. വെറുതെ സർ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ, ഓക്കെ അടുത്ത പോട്ടെ പറഞ്ഞാൽ പോലെ ജസ്റ്റിഫൈ എന്തുകൊണ്ടെന്ന് പറയണം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ആൻസർ എഴുതുക മക്കളെ? വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊന്നും വിചാരിക്കേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സൊല്യൂഷൻ CuSO4, നമ്മളാവുന്ന ഫാമർ, അതിലേക്ക് നമ്മൾ അയൺ റോഡ് ഇട്ട് സ്റ്റിർ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് നമ്മുടെ അയണിന്. എന്ത് വന്നു? കോപ്പർ സൾഫേറ്റ് എനിക്കുള്ള ആളാണെന്ന് പറഞ്ഞാൽ അയൺ വന്ന് കോപ്പറിന് ഒരു ഒറ്റ ചവിട്ട്. അങ്ങനെ കോപ്പറിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തു. അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുക. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു വീക്ക് മെറ്റലിനെ സ്ട്രോങ് മെറ്റൽ വെച്ച് ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെ FeSO4 ആയി. അങ്ങനെ CuSO4 എന്ന് പറയുന്ന ബ്ലൂ കളർ ഉണ്ടായിരുന്ന സൊല്യൂഷൻ കളർലെസ് ആവാൻ കാരണം അത് FeSO4 ആയതുകൊണ്ടാണ്. പ്ലസ് Cu ഒറ്റക്കായി കോപ്പർ. അങ്ങനെ ഈ Cu ഒറ്റക്കായില്ലേടാ, ഈ കോപ്പറാണ് നമ്മുടെ അയൺ റോഡിൻ്റെ ഭാഗത്ത് ചെന്നത്. അഥവാ അയൺ റോഡിൽ റെഡിഷ് ബ്രൗൺ മെറ്റീരിയൽ വരാൻ കാരണം ഈ ഫ്രീ ആയ കോപ്പറാണ്, കോപ്പർ. ഇനി എന്താണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ? അക്കൗണ്ട് ഫോർ ദി കളർ ചേഞ്ച് ഓഫ് ദ സൊല്യൂഷൻ. അത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. FeCuSO4 നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് FeSO4 ആയി. അപ്പോൾ ബ്ലൂ കളർ ചേഞ്ച് വന്നു, ഒരു പെയിൽ ഗ്രീൻ കളർ വരും. ദെൻ ഇത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. അത് ഞാൻ പറഞ്ഞാൽ പേടിക്കണ്ട, റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ഒരൊറ്റ കാര്യമുള്ളൂ. ഏതൊരു ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ് വൈ, ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ല വൈ എന്ന് ചോദ്യം വന്നാൽ അവിടെ ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കിക്കേടാ, CuSO4ൽ SO4ൻ്റെ ചാർജ് -2, അതുകൊണ്ട് Cuൻ്റെ ചാർജ് +2. Feയുടെ ചാർജ് 0. FeSO4ൽ വീണ്ടും -2 +2. Cuൻ്റെ ചാർജ് 0. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എന്താ കാരണം? Cuയുടെ ചാർജ് +2 ആയിരുന്നു, അത് അവിടെ എത്തിയപ്പോൾ 0 ആയി, കുറഞ്ഞു, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. Feയുടെ ചാർജ് 0 ആയിരുന്നു, Fe ഇവിടെ എത്തിയപ്പോൾ +2 കൂടി. അപ്പോൾ കുറഞ്ഞെടുത്ത് റിഡക്ഷൻ, കൂടിയെടുത്ത് ഓക്സിഡേഷൻ, അപ്പോൾ രണ്ടും കൂടെ കൂടുമ്പോൾ റിഡോക്സ്. സോ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് തെളിയിക്കാൻ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകണോ? വേണ്ട, ഇങ്ങനെ തെളിയിച്ചാൽ മതി. ഓക്സിഡേഷൻ നമ്പറും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കി തെളിയിച്ചാൽ മതി. സോ സെറ്റ് മക്കൾസ്, റെഡി. നെക്സ്റ്റ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് സാറ് കുറച്ച് നെയിമിങ്ങുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാം. റൈറ്റ്, IUPAC നെയിംസ് ഓഫ് ദി ഫോളോയിങ്. 2 കോമ്പൗണ്ട് ഉണ്ട്, അതിൽ IUPAC നെയിംസ് എഴുതാനാണ് പറഞ്ഞത്. മക്കളെ വെരി സിമ്പിൾ. ഇവിടെയാണല്ലോ 2 ബ്രാഞ്ച് അധികമുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം. 1, 2, 2, 3, 4, 4. അപ്പോൾ 2ലും 4ലുമാണ് മീതൈലുകളുള്ളത്. ഇത് മീതൈൽ, ഇത് മീതൈൽ, ഇത് മീതൈൽ. അപ്പോൾ 2, 2, 4 ട്രൈ മീതൈൽ അല്ലേടാ.
ട്രൈമീതൈൽ. പിന്നെ വേർഡ് റൂട്ട് 1 2 3 4 5 പെൻറ്റെയിൻ. 2 2 4 ട്രൈമീതൈൽ പെൻറ്റെയിൻ. ആയി വാ, സെറ്റ്, റെഡി മക്കൾ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഇതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ COOH ഉണ്ട്. എൻ്റെ മക്കൾക്ക് ഓർഗാനിക് പഠിച്ച് പുലികളായ മക്കൾക്കറിയാം COH ആണ് മെയിൻ ഗസ്റ്റ്. അപ്പോൾ അയാൾക്ക് ചെറിയ നമ്പർ 1 2 3 4 5. അപ്പോൾ 4 ആണ് ഡബിൾ ബോണ്ടിൻ്റെ നമ്പർ. ഇനി നമുക്കറിയാം ഇവിടെ പ്രിഫിക്സുകൾ വേറെ ഏതും ഇല്ല. അപ്പോൾ പ്രിഫിക്സുകൾ കൊണ്ട് തുടങ്ങൂല പേര്. പ്രിഫിക്സ് വരണമെങ്കിൽ മീതയിൽ, ഈതയിൽ, പ്രൊപ്പയിൽ അങ്ങനെ, അല്ലെങ്കിൽ മെയിൻ ഗസ്റ്റ് രണ്ടാൾ വന്ന് അതിലൊന്ന് പ്രിഫിക്സ് ആണ്. അങ്ങനെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ എല്ലാം സഫിക്സാണ്. അതുകൊണ്ട് വേർഡ് റൂട്ട് കൊണ്ട് തുടങ്ങും. 1 2 3 4 5 6 6 കാർബണാണ്. അപ്പോൾ ഹെക്സ് ആണ് സ്റ്റാർട്ട്. പിന്നെ ആ ഹെക്സ് എന്ന് പറയുന്നതിൽ എയിനാണോ ഈനാണോ ഐനാണോ ഈനാണ്. എത്രാമത്തെ കാർബണിൽ? 4ാമത്തെ കാർബൺ. അപ്പോൾ ഹെക്സ് 4 ഈൻ അല്ലേടാ. പിന്നെ 1ാമത്തെ കാർബണിൽ ഓയിക് ആസിഡ് 1 ഓയിക് ആസിഡ്. സോ ഈനത്തെ ഈ കളയാം, 1 കളയാം, അഥവാ ഹെക്സ് 4 ഇനോയിക് ആസിഡ്. ഹെക്സ് 4 ഇനോയിക് ആസിഡ്. ഹെക്സ് 4 ഇനോയിക് ആസിഡ്. ക്ലിയർ ആടാ മക്കളെ. അത് നെയിമിങ്. ഇനി ഞാൻ തരുന്നത് പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാം. വെരി സിമ്പിൾ അല്ലേ? 3 ഈതൈൽ 2 2 ഡൈമീതൈൽ പെൻറ്റെയിൻ. പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാൻ സാർ എങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്? പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ, 1 2 3 4 5. ആ 5 കാർബണിൽ 3ാമത്തെ കാർബൺ മേൽ ഈതൈൽ 1 2 3. 3ാമത്തെ കാർബൺ മേൽ ഈതൈൽ, അപ്പോൾ 2 കാർബൺ. 2ാമത്തെ കാർബണിൽ 2 മീതൈൽ, അപ്പോൾ 2. ഇതല്ലേടാ നോക്കേടാ. 1 2 ഇവിടെ നിന്നാണ് എണ്ണുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് എണ്ണിയത്. ഇപ്പോൾ 1 2. 2ാമത്തെ കാർബണിൽ 2 മീതൈൽ, അതാണ് 2,2. 3ാമത്തെ കാർബണിൽ ഈതൈൽ 2 2 ഡൈമീതൈൽ 3 ഈതൈൽ. അതിൽ ഈതൈലാണ് ഫസ്റ്റ് പറയുക. സോ 3 ഈതൈൽ 2 2 ഡൈമീതൈൽ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം. ദെൻ നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് വൺ 6 മീതൈൽ ഒക്ടൻ 3 ഓൾ. വെരി സിമ്പിൾ. 6 മീതൈൽ ഒക്ടൻ. ഒക്ടൻ എന്ന് പറയുമ്പോൾ 8 കാർബൺ വേണം. 8 കാർബൺ വേണം. ആ 8 കാർബണിൽ 3ാമത്തെ കാർബണിൽ OH വേണം. 6ാമത്തെ കാർബണിൽ CH. അപ്പോൾ ഇവിടെ നിന്നാണ് എണ്ണണമെങ്കിൽ 1 2 3. 3ാമത്തെ കാർബണിൽ OH 4 5 6. 6ാമത്തെ കാർബണിൽ മീതൈൽ. 6 മീതൈൽ ഓക്ടൻ. 3ാമത്തെ കാർബണിൽ ഓൾ 3 ഓൾ. റെഡി മക്കൾസ്? ദെൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ സാർ എടുത്തിട്ടുണ്ട്. വിച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തു നിന്നാണ്. വിച്ച് ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് ക്യാൻ ബി പ്യൂരിഫൈഡ് യൂസിങ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ചെയ്യാൻ ഏത് ടൈപ്പ് ലിക്വിഡ്സ് ആണ് എടുക്കുക? നിങ്ങൾക്കറിയാം ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള, എന്നാൽ ആ ഹൈ ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പം ഡീകമ്പോസ് ചെയ്ത് പോകുന്ന ലിക്വിഡുകളാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. പ്രഷർ കുറച്ചിട്ട് ഡിസ്റ്റിലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. സജസ്റ്റ് ആൻ എക്സാമ്പിൾ നമ്മുടെ ഗ്ലിസറോൾ നമ്മൾ പഠിച്ചതല്ലേ. സോ ലിക്വിഡ്സ് ഹാവിംഗ് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ് വിച്ച് ഡീകമ്പോസ് അറ്റ് ഓർ ബിലോ ദെയർ ബോയിലിംഗ് പോയിന്റ്. ഗ്ലിസറോൾ. രണ്ടാമത്തത്, നെയിം ദ 2 മെയിൻ ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ ബേസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ഏതൊക്കെയാണ്? ഒന്ന് കോളം ക്രൊമാറ്റോഗ്രഫി, മറ്റൊന്ന് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. റെഡി. ദെൻ ഇൻ ദ ലെസൈൻ ടെസ്റ്റ് ഫോർ ഹാലോജൻ ദേ ആർ പ്രസിപ്പിറ്റേറ്റഡ് ആസ്. ഹാലോജന് വേണ്ടിയുള്ള ലെസൈൻ ടെസ്റ്റിൽ ഹാലോജൻസ് എങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ആവുക? ഹാലോജൻ എന്ന് പറഞ്ഞാൽ എക്സ്. ഈ ഹാലോജൻ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് AgNO3. അപ്പോൾ AgNO3 Agയും ഹാലോജനായ എക്സും കൂടെ ചേർന്ന് AgX, സിൽവർ ഹാലൈഡ് AgX. അത് ക്ലോറിൻ ആണെങ്കിൽ AgCl, ബ്രോമിൻ ആണെങ്കിൽ AgBr. സോ എങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ആവുന്നത്? AgX എന്ന് എഴുതിയാൽ ആൻസർ കിട്ടും. ദെൻ ഇൻ വാട്ട് ഫോം ഈസ് നൈട്രജൻ എസ്റ്റിമേറ്റഡ് ഇൻ ദ ഡ്യൂമാസ് മെത്തേഡ്. ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നു. ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ N2 ഗ്യാസ് ആയിട്ടാണ് ഫോം ചെയ്യുക. എന്നാൽ ജെൽദാൽസ് മെത്തേഡിൽ അമോണിയ ആയിട്ടാണ് ഫോം ചെയ്യുക. ജെൽദാൽസ് മെത്തേഡിൽ നൈട്രജൻ അമോണിയ ആയിട്ടാണ് ഫോം ചെയ്യുക. ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ N2 ഗ്യാസ് ആയിട്ടാണ് ഫോം ചെയ്യുക. യെസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺസിൻ്റെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൽ ഈ സോഡിയവും ഡ്രൈതറും കണ്ടാൽ തന്നെ നമുക്കറിയാം ദിസ് ഈസ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്? ഈ 2 സോഡിയം ഈ 2 Br കൊണ്ടുപോകും. അപ്പോൾ ബാക്കി ഇവിടെ 2 CH3Br. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, 2 CH3Br എന്നുള്ളത് ഇങ്ങനെ എഴുതും അല്ലേ? ഈ 2 Br 2 സോഡിയം കൊണ്ടാൽ ഇവിടെ CH3 ബാക്കി. സോ വി വിൽ ഗെറ്റ് CH3. ക്ലിയർ അല്ലേടാ? ദാ CH3. ആ ഡാഷിലുള്ള ആൻസർ അതാണ്. കാരണം എന്താ? 2 സോഡിയം 2 Br കൊണ്ടായാൽ ബാക്കി ഇവിടെ 2 CH3. അപ്പോൾ CH3 2 CH3 എന്ന് എഴുതരുത്, CH3 ബോണ്ട് CH3 എന്ന് തന്നെ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതോ ഒരു കോമ്പൗണ്ടിലേക്ക് സിങ്ക് ചേർത്തപ്പം അത് ബെൻസീനായി.
എന്നിട്ട് സിങ്ക് ഓക്സിജനെ കൊണ്ടുപോയി. സിങ്ക് ഓക്സിജനെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ബെൻസീൻ കിട്ടണമെങ്കിൽ ആ റിയാക്ഷൻ ഫീനോൾ ആയിരിക്കണം. കാരണം ഫീനോളിലേക്ക് സിങ്ക് ചേർക്കുമ്പോൾ സിങ്ക് ഓക്സിജനെ കൊണ്ടുപോവുകയും ഈ ഫീനോൾ ബെൻസീൻ റിങ്ങിലേക്ക് എച്ച് ഇറങ്ങി അത് C6H6 ആവുകയും ചെയ്യും. സോ ഇവിടുത്തെ കോമ്പൗണ്ട് ഏതാണ്? ഫീനോൾ. ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ OH. റെഡി? ഫീനോൾ. ദെൻ ബെൻസീനിലേക്ക് 3Cl2 ചേർത്താൽ എന്താണ് റിയാക്ഷൻ? നിങ്ങൾക്കറിയാം ബെൻസീനിലേക്ക് 3Cl2 ചേർത്താൽ 3 ആളുകളെയാണ് ചേർക്കുന്നതെങ്കിൽ അവിടെ അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെയും 2 ക്ലോറിൻ കയറും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെയും 2 ക്ലോറിൻ കയറും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെയും 2 ക്ലോറിൻ കയറും. കാരണം നിങ്ങൾ ചേർത്തത് 3Cl2 പറഞ്ഞാൽ ടോട്ടൽ 6 ക്ലോറിൻ ചുറ്റും കയറും. സോ യു വിൽ ഗെറ്റ് C6H6 ആണ്. ആ C6H6 ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് 6 ക്ലോറിനും കൂടി കയറി. അപ്പോൾ C6H6Cl6 ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, BHC എന്നാണ് ഇതിൻ്റെ പേര്, അഥവാ ഗാമെക്സൈൻ. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് അഥവാ ഗാമെക്സൈൻ. ദെൻ മക്കൾസ് ബി ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് റിയാക്ഷൻ. CH3 CH ഡബിൾ ബോണ്ട് CH2 HBr ചേർക്കുമ്പോൾ എയും ബിയും കിട്ടും. ഇത് കണ്ടാൽ അറിയാം. പ്രൊപ്പീനിലേക്ക് HBr ചേർക്കുന്ന റിയാക്ഷൻ മാർക്കോണിക്കോഫ് റൂൾ. അപ്പം നെയിം ദ റിലേറ്റഡ് റൂൾ എന്ന് പറഞ്ഞാൽ മാർക്കോണിക്കോഫ് റൂൾ. എന്താ റിയാക്ഷൻ നിങ്ങൾക്കറിയാം, നോക്കിക്കേടാ. CH3 CH ഡബിൾ ബോണ്ട് CH2ലേക്ക് HBr ചേർക്കുമ്പോൾ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം CH3 CH സിംഗിൾ ബോണ്ട് CH2 ആയി. ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് Br-ഉം ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് H-ഉം പോകും. അങ്ങനെ HBr അങ്ങനെ പോകും. പ്ലസ് നേരെ തിരിച്ചും പോകും. അത് മാർക്കോണിക്കോഫ് റൂൾ പറഞ്ഞതല്ല. CH3 CH2 നേരെ തിരിച്ച് ഏത് H സെൻറ്ററിലേക്കും പോകും, Br അങ്ങോട്ടും പോകും. ഇതായിരിക്കും മൈനർ പ്രൊഡക്റ്റ്. ഇതായിരിക്കും നിങ്ങളുടെ മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയത് മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ആയതുകൊണ്ട് A എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് മേജർ. എന്ന് പറഞ്ഞാൽ എയുടെ പേരെന്താണ്? 2-ബ്രോമോപ്രൊപ്പൈൻ. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം 2-ബ്രോമോപ്രൊപ്പൈൻ ആണ് മേജർ പ്രൊഡക്റ്റ്. ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ബ്രോമോപ്രൊപ്പൈൻ, 1-ബ്രോമോപ്രൊപ്പൈൻ അഥവാ ബ്രോമോപ്രൊപ്പൈൻ. അത് മാർക്കോണിക്കോഫ് റൂളിൻ്റെ പറഞ്ഞതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മൈനർ പ്രൊഡക്റ്റ്. റെഡി? ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂടിയാണ് കേട്ടോ ഈ ചാപ്റ്ററിലെ. സെറ്റ് മക്കൾസ്. അപ്പോൾ 10 ടോപ്പിക്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്തെന്ന് വിശ്വസിക്കുന്നു.